കൂടെ നമ്മുടെ ഈ വർഷത്തെ IBPS POയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വേഗം നോക്കാൻ പോകുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡേറ്റ് നോക്കാം. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓഗസ്റ്റ് 2 തൊട്ട് 22 വരെ, അതായത് നാളെ തൊട്ട് ഓഗസ്റ്റ് 22 വരെ നമുക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങളിത് ലാസ്റ്റ് മിനിറ്റത്തേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കിയിരിക്കരുത്. കാരണം IBPS PO നമുക്കറിയാം ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാവരും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും കയറി ചിലപ്പോൾ ഹാങ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. നമ്മുടെ RRB PO ക്ലർക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റിനല്ലേ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത്രയും പേരെ അപ്ലൈ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് സൈറ്റിൽ റഷ് ഒന്നും വരത്തില്ല. പക്ഷേ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ലാസ്റ്റത്തേക്ക് നോക്കിയിരിക്കരുത്, ആദ്യം തന്നെ അപ്ലൈ ചെയ്തോളൂ. ഓക്കെ, ഇനി നമുക്ക് എക്സാം ഫീയും സെയിം ഡേറ്റിൽ തന്നെ അടയ്ക്കാം. പിന്നെ പ്രിലിമിനറി എക്സാം ഒക്ടോബറിലായിരിക്കും. ഇനി നവംബറിൽ റിസൾട്ട് വന്നിട്ട് നവംബറിൽ തന്നെ മെയിൻ എക്സാം നടത്താൻ പാകത്തിനാണ് ഇവർ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. നമുക്കറിയത്തില്ല, എന്തായാലും റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രീ എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് മെയിൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നോക്കിയിരിക്കരുത്. നിങ്ങളിപ്പോൾ തന്നെ പ്രീ പ്ലസ് മെയിൻ ലെവൽ പ്രിപ്പയർ ഇപ്പോൾ തന്നെ ചെയ്ത് കൊടുക്കണം. ഈ പ്രീ എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം നാൾ കാണത്തില്ല മെയിൻ എക്സാമിന്. ഓക്കെ, അത്ര നാളുകൊണ്ട് നമുക്ക് മെയിൻ എക്സാമിനുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഇതിനു മുമ്പ് കുറേ വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് എലിജിബിലിറ്റിയുടെ കാര്യം കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ ഏജ് ലിമിറ്റ് ഉണ്ട്. അതായത് മിനിമം 20 വയസ്സും മാക്സിമം 30 വയസ്സുമാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഓരോ കാറ്റഗറിയുടെയും ഏജ് റിലാക്സേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി. കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബീൻ നോട്ട് ഏർലിയർ ദാൻ 2/8/1992. ഓക്കെ, അതായത് ഈ ഡേറ്റിന് മുമ്പ് ജനിച്ചവരും ഈ ഡേറ്റിന് ശേഷം ജനിച്ചവരും അപ്ലൈ ചെയ്യരുത്. ഓക്കെ, ഈ ഡേറ്റ് ഉൾപ്പെടെ കേട്ടോ. അതായത് ഈ ഡേറ്റും ഇതിന് മുമ്പും ജനിച്ചവർ, അതുപോലെ ഈ ഡേറ്റും ഇതിന് ശേഷവും ജനിച്ചവർ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഏജ് റിലാക്സേഷൻ ഇവിടെ കിടക്കുന്നുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഈ നോട്ടിഫിക്കേഷൻ്റെ PDF അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ പോയിന്റ് വായിച്ചു നോക്കുക. All the education qualifications mentioned should be from a university, institution, board recognized by Government of India, approved by government regulatory bodies, and final result should have been declared on or before 22nd August 2022. അതായത് ഈ വർഷം ഓഗസ്റ്റ് 22 അതിന് മുമ്പോ ആയിട്ട് ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതിനർത്ഥം നമ്മൾ ഓൾറെഡി ക്വാളിഫൈഡ് ആണെങ്കിലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫൈനൽ ഇയർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ അർത്ഥം. പറയാൻ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഡേറ്റ് അല്ലെങ്കിൽ ഈ ഡേറ്റിന് മുമ്പായിട്ട് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് തന്നേക്കുന്നത്. പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇൻ്റർവ്യൂവിനൊപ്പം തന്നെ ആയിരിക്കും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തായിട്ട് എന്താ പറഞ്ഞേക്കുന്നത് നോക്കി. ഓക്കെ, ഇനി എക്സാം പാറ്റേണോ നമുക്കറിയാം. പ്രീ എക്സാം ഉണ്ട്, മെയിൻ എക്സാം ഉണ്ട്, അതിൽ ഇൻ്റർവ്യൂ ഉണ്ട്. പ്രീ എക്സാമിന് ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്. ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, മാത്സും 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്, അതിൽ റീസണിങ് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്. അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്. ഇതാണ് പ്രിലിംസിൻ്റെ പാറ്റേൺ. അതുപോലെ സെപ്പറേറ്റ് ടൈമിംഗ്, അതായത് എല്ലാത്തിനും 20 മിനിറ്റ് വെച്ചിട്ട്. ഓക്കെ, ഇനി 2 മീഡിയത്തിൽ എക്സാം ഉണ്ടാവും, ഇംഗ്ലീഷും ഹിന്ദിയും. ഓക്കെ, അതായത് ഓൾ ഇന്ത്യയിലെ, അതുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ലാംഗ്വേജ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ RRB ഒക്കെ ആണെങ്കിൽ സ്റ്റേറ്റിലല്ലേ, അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ ലാംഗ്വേജ് ആയിരിക്കും ഇവിടെ ഓപ്ഷനായിട്ട് ഇട്ടിട്ടുണ്ടാവുന്നത്. ഓക്കെ, ഇനി മെയിൻ എക്സാം ഇതുപോലെ തന്നെ മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, GK ഉണ്ട്. മാത്സിന് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തേക്കുന്നത്. അതായത് നമ്മുടെ മെയിൻസ് ലെവൽ മാത്സ് കൂടുതലും DA ആയിരിക്കും. പിന്നെ ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ ജനറൽ അവയർനെസ് ഉണ്ട്, അതായത് കറണ്ട് അഫയേഴ്സ്, GK, എക്കണോമി, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ കൂടുതലും കറണ്ട് അഫയേഴ്സ് തന്നെയായിരിക്കും എക്സാം എഴുതിയിട്ടുള്ളവർക്ക് അറിയാം. പിന്നെ റീസണിംഗ് ഉണ്ട്, റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് എഴുതിയേക്കുന്നത്. ഇവിടെ റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും റീസണിംഗിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്നത്. കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് ചോദിക്കുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ ഈ നമ്പർ സിസ്റ്റം കൺവേർഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും തന്നേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി അറിയത്തില്ലെങ്കിലും ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ നോക്കി. റീസണിംഗിൽ നിന്ന് 45 ക്വസ്റ്റ്യൻ 60 മാർക്ക്. ഓക്കെ, 45 ക്വസ്റ്റ്യൻ 60 മാർക്ക്. അതിനകത്ത് ചില ക്വസ്റ്റ്യൻസ് വെയിറ്റേജ് കൂടുതലായിരിക്കും. ഓക്കെ, ചില ക്വസ്റ്റ്യൻസിന് മാർക്ക് കൂടുതലായിരിക്കും, അതാണ് 60 മാർക്ക് കിടക്കുന്നത്. ഇനി ഏത് ക്വസ്റ്റ്യനാണ് ഈ മാർക്ക് കൂടുതലുള്ളതെന്ന് ഈ ക്വസ്റ്റ്യനകത്ത് തന്നെ കാണും. അപ്പോൾ നമ്മൾ എക്സാം എഴുതുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത്ര മാർക്കെന്ന് നമ്മുടെ എക്സാമിന് കാണാറുണ്ട്. ഇനി നമ്മുടെ GKക്ക് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. ഇനി ഇംഗ്ലീഷ് 35 ക്വസ്റ്റ്യൻ 40 മാർക്ക്. അപ്പോൾ ഇതിനകത്തും കുറച്ച് ക്വസ്റ്റ്യന് മാർക്ക് കൂടുതലായിരിക്കും. ഇനി മാത്സ് നോക്കി, 35 ക്വസ്റ്റ്യൻ 60 മാർക്ക്. കേട്ടോ, 35 ക്വസ്റ്റ്യൻ ഉണ്ട്, 60 മാർക്കുണ്ട്.
അപ്പോൾ ഇതിലും കുറേ ക്വസ്റ്റ്യൻസിന് മാർക്ക് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നോക്കി മൊത്തം 155 ക്വസ്റ്റ്യനും 200 മാർക്കും. ഓക്കെ, 155 ക്വസ്റ്റ്യൻ 200 മാർക്ക്. ഇനി ഈ മെയിൻസിന് ടൈമിങ് സെപ്പറേറ്റാണ് കണ്ടോ. അതായത് റീസണിങ്ങിന് 60 മിനിറ്റ് ഉണ്ട്, GK 35 മിനിറ്റ്, ഇംഗ്ലീഷിന് 40 മിനിറ്റ്, മാത്സിന് 45 മിനിറ്റ് ഉണ്ട്. അങ്ങനെ മൊത്തം 3 മണിക്കൂറാണ് എക്സാം. ഓക്കെ, ഇനി ഈ മെയിൻസിൻ്റെ ഈ എക്സാം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവും. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവിനകത്ത് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു ലെറ്ററും പിന്നെ ഒരു എസ്സേയും. മൊത്തം 25 മാർക്കാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 12.5 മാർക്ക് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 25 മാർക്ക്, അരമണിക്കൂർ. ഓക്കെ, അരമണിക്കൂറും കൊണ്ട് നമ്മൾ ഡിസ്ക്രിപ്റ്റ് എഴുതി തീർക്കണം. ഡിസ്ക്രിപ്റ്റ് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തല്ല, നമ്മൾ ടൈപ്പിംഗ്. ഓക്കെ, കമ്പ്യൂട്ടറിൽ തന്നെ ടൈപ്പിംഗ് ആണ് മെയിൻസ്. പിന്നെ ഈ ഡിസ്ക്രിപ്ഷനകത്ത് നമുക്ക് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ലെറ്റർ റൈറ്റിംഗ് ആണെങ്കിൽ തന്നെ 2-3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ ആൻസർ ചെയ്താൽ മതി. അതുപോലെ ഇത്ര വേർഡ്സ് ഉണ്ട്, വേർഡ് ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ എസ്സേക്കും 2-3 ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, അതിന് മൊത്തം ലെറ്റർ റൈറ്റിംഗിൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, ഇതിനകത്തുനിന്നും ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ എക്സാമിന് എന്തൊക്കെ കൊണ്ടുവരാമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോൾ ടിക്കറ്റിനകത്ത് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടാവും. എന്തായാലും നമ്മുടെ ഹോൾ ടിക്കറ്റ് വേണം, പിന്നെ ID കാർഡ് ഒറിജിനൽ വേണം, ID കാർഡിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് വേണം, പിന്നെ ഫോട്ടോ പറഞ്ഞേക്കുന്ന നമ്പർ നമ്മൾ ഇതിനകത്ത് ഒട്ടിക്കണം, പിന്നെ എക്സ്ട്രാ നമ്മൾ കൈ കരുതാൻ വേണം. അത് എത്ര എണ്ണം വേണമെന്നൊക്കെ നമ്മൾ ഹോൾ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലും അതുപോലെ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ കാണുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അല്ലാതെ അവരും പറഞ്ഞ് കേട്ടുകൊണ്ട് ഓരോന്നും ചെയ്തുകൊണ്ട് പോരുത്. ഓക്കെ, നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മുടെ സൈറ്റിലും അതുപോലെ ഹോൾ ടിക്കറ്റിലും തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതുകൊണ്ട് മെയിൻ എക്സാമിൽ ഒരു എന്താ കൊണ്ടുവരേണ്ടത് എഴുതിയിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബ്രിങ് എ ഡൂളി ഒതൻറ്റിക്കേറ്റഡ് പ്രിലിമിനറി എക്സാം കോൾ ലെറ്റർ. അതിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ പ്രീ എക്സാം എഴുതി കഴിയുമ്പോൾ ഹോൾ ടിക്കറ്റ് അവർ മേടിച്ച് വെക്കത്തില്ല. ഹോൾ ടിക്കറ്റ് അവർ നമ്മുടെ തന്നു വിടും. അപ്പോൾ മെയിൻ എക്സാമിന് വരുമ്പോൾ നമ്മൾ ഈ പ്രീ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റും അതുപോലെ മെയിൻ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റും കൂടെ നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, അതുപോലെ തന്നെ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതായത് ID പ്രൂഫിൻ്റെ കോപ്പി, ID പ്രൂഫിൻ്റെ ഒറിജിനൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം മെയിൻ എക്സാമിന് വരുമ്പോൾ ഉറപ്പായിട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. ഓക്കെ, ഇൻ കേസ് അത് മിസ്സായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ നോട്ടിഫിക്കേഷനിലും അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടടുത്തും നമുക്ക് ഇൻസ്ട്രക്ഷൻ ആയിട്ട് തരും. ഓക്കെ, ഇനി അടുത്തായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ചെയ്യാറുള്ളതാണ്. IBPS സൈറ്റിൽ കയറുക, അവിടെ POയുടെ അപ്ലൈ ലിങ്ക് ഉണ്ടാവും. അവിടെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടിക്കുക, മാർക്കും കാര്യങ്ങളും എൻ്റർ ചെയ്യുക, പിന്നെ ഫോട്ടോ, ഡോക്യുമെൻറ്റ്സ്, സൈൻ, സിഗ്നേച്ചർ എല്ലാം അപ്ലോഡ് ചെയ്യുക. അതിൽ അപ്ലൈ ചെയ്യുക, ലാസ്റ്റ് ഫീസ് അടയ്ക്കുക. ഓക്കെ, ഫീസും അടച്ചു കഴിഞ്ഞാലേ നമ്മുടെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ആവത്തുള്ളൂ. ഓക്കെ, പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ രജിസ്റ്റർ നമ്പർ അതുപോലെ പാസ്വേഡ്, ഓക്കെ, ലോഗിൻ ചെയ്യാനുള്ള രജിസ്റ്റർ നമ്പറും പാസ്വേഡും നമ്മൾ എവിടെയെങ്കിലും സേവ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സാവത്തില്ല. അതുപോലെ തന്നെ ഈ പ്രീയുടെ ഹോൾ ടിക്കറ്റ് വന്നു കഴിയുമ്പോൾ അതിനകത്തെ റോൾ നമ്പർ, ഓക്കെ, ഒന്നുകിൽ ഹോൾ ടിക്കറ്റ് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിടുക, അല്ലെങ്കിൽ ഈ നമ്പർ, അതായത് നമ്മുടെ റോൾ നമ്പറൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്തിടുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വേക്കൻസി ടേബിൾ നോക്കാം. ഓക്കെ, വേക്കൻസി ടേബിൾ നോക്കി കഴിഞ്ഞാൽ SCക്ക് എല്ലാ ബാങ്കുകളും ചേർത്ത് 996 വേക്കൻസി ഉള്ളത്, STക്ക് 481 വേക്കൻസി, OBCക്ക് മൊത്തം 1741, പിന്നെ EWSന് 616, URന് മൊത്തം 2596 വേക്കൻസി ഉണ്ട്. ഇപ്പം നിങ്ങൾ OBCയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് URൻ്റെ വേക്കൻസി കിട്ടും, അതുപോലെ OBCയുടെ വേക്കൻസി കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കി. URന് മൊത്തം 2596, OBCക്ക് എത്രയാണ് 1741, കൂട്ടിക്ക് 7, 3, 1, 3, 1, 4, മൊത്തം 4337 വേക്കൻസി ഉണ്ട്. അതായത് OBCയിലുള്ള ഒരാൾക്ക് OBCയുടെ വേക്കൻസി കിട്ടും, അതുപോലെ URൻ്റെ വേക്കൻസി കിട്ടും. ക്ലിയർ ആണല്ലോ. അങ്ങനെ മൊത്തം 6432 വേക്കൻസിയാണ് ഈ വർഷം ഉള്ളത്. പിന്നെ ശ്രദ്ധിക്കണം, ഇത് ഓൾ ഇന്ത്യ വേക്കൻസിയാണ്. നമ്മൾ PO എഴുതുന്നത് എപ്പോഴും ഓൾ ഇന്ത്യ ലെവലിൽ എഴുതുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് എക്സാം സെൻറ്ററുകൾ എവിടെയൊക്കെ ഉള്ളത് നോക്കാം. നോക്കി, കേരളത്തിൽ ഈ കിടക്കുന്ന പ്രീ എക്സാം സെൻറ്ററുകൾ എവിടെയൊക്കെ ഉള്ളത് അത്യാവശ്യം എല്ലാ ജില്ലയിലും തന്നെ ഉണ്ട്. നോക്കി, ആലപ്പുഴ ഉണ്ട്, ഇടുക്കിയുണ്ട്, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും തന്നെ പ്രീ എക്സാം സെൻറ്റർ ഉണ്ട്. ഇനി മെയിൻ എക്സാം സെൻറ്ററുകൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പ്രിഫറബിൾ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വെക്കുക. ഓക്കെ, ഉടനെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയേണ്ടായിരുന്നത്. അതായത് നോട്ടിഫിക്കേഷനകത്ത് എടുത്തു വരേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ എക്സാം ഡേറ്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, പ്രീ എക്സാം ഒക്ടോബറിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒക്ടോബർ തുടക്കത്തിലാണോ അവസാനത്തിലാണോ അതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഓഗസ്റ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഓഗസ്റ്റ് സ്റ്റാർട്ടായി. ഇപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 1 തീയതി അല്ലേ.
ഇനി ഒക്ടോബർ ആവാനായിട്ട് ഓഗസ്റ്റ് മൊത്തമുണ്ട്, സെപ്റ്റംബർ മൊത്തമുണ്ട്, 2 മാസമുണ്ട്. അപ്പോൾ ഏകദേശം 60 ദിവസം ഉണ്ട് നമുക്ക് പ്രീ എക്സാമിന്. അപ്പോൾ ഈ ദിവസത്തിനിടയ്ക്ക് തന്നെ നമ്മുടെ RRBയുടെ PO, അതുപോലെ IBPS ക്ലർക്ക്, ഇതിൻ്റെയൊക്കെ എക്സാംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഇനി ഇത് കഴിഞ്ഞിട്ട് മെയിൻ എക്സാമിന് കുറച്ചുകൂടെ നാളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്രീ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ട് മെയിൻ എക്സാമിന് പഠിക്കാൻ നിൽക്കാതെ നിങ്ങൾ മെയിൻസിൻ്റെ ലെവലിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങും. ഓക്കെ, മെയിൻസ് ലെവൽ മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, പിന്നെ GKയും കറണ്ട് അഫയേഴ്സും. ഓക്കെ, GKയും കറണ്ട് അഫയേഴ്സും ലാസ്റ്റ് 6 മന്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ലാസ്റ്റ് 4 മന്തിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത്. എന്നാലും ഒരു ലാസ്റ്റ് 6 മന്ത് നിങ്ങൾ നല്ലപോലെ കവർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ ഇങ്ങനെ ചവറ് കണക്കിന് പഠിക്കുന്നുണ്ട്. അത്യാവശ്യം ഫാക്റ്റുകളുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, പക്ഷെ അപ്പം തന്നെ ഉണ്ടാവും നല്ലൊരു നമ്പർ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാനൊപ്പം തന്നെ അത് റിവൈസ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഓക്കെ, ഈ മെയിൻസ് ലെവൽ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുമ്പോൾ വേറെ 1-2 വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഈ പ്രിപ്പറേഷനായിട്ട് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഈ വർഷത്തെ ബാങ്ക് എക്സാംസിനൊക്കെ വേണ്ടിയിട്ട്, ബാങ്ക് എക്സാമിൻ്റെ പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ആഴ്ച നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ടീച്ച്മെൻറ്റ് ആപ്പ് വഴിയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എല്ലാവരും ടീച്ച്മെൻറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ലിങ്കും അതുപോലെ ക്ലാസ് റൂം ID നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടിരിക്കുക. ബാക്കി കാര്യങ്ങൾ അവിടെ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ.